all, I extend my respectful and heartfelt welcome to our Honorable Chief Guest, Dr. Muhammad Badiuzzaman, CEO of Integrated Educational Council of India. ഒന്നാം ക്ലാസ്സിൽ പോകുന്നതിന് മുമ്പ് ഖുർആൻ മുഴുവനും നോക്കി ഓതാൻ പഠിക്കുകയും ഒരു ജുസ് ഹിഫ്ളാക്കുകയും എല്ലാ പ്രാർത്ഥനകൾ പഠിക്കുകയും അറബി, ഇംഗ്ലീഷ്, മലയാളം ഭാഷകൾ എഴുതാനും വായിക്കാനും പഠിക്കുകയും മാത്സിൻ്റെയും സയൻസിൻ്റെയും ബേസിക് പഠിക്കുകയും ചെയ്യുന്ന ഒരു ഒന്നാം ക്ലാസ്സിലേക്ക് പ്രാപ്തമാക്കുന്ന കുട്ടികളെയാണ് നാം വാർത്തെടുക്കുന്നത്. എന്നാൽ അവർക്ക് ഒന്നാം ക്ലാസ്സിൽ കിട്ടേണ്ടതായ എല്ലാ കാര്യവും ലഭ്യമാകുന്നു. അതുകൊണ്ടാണ് മുൻ വർഷങ്ങളിൽ നമ്മുടെ ഹെവൻസ് പൂർത്തിയാക്കിയ പോയ കുട്ടികൾ, പല കുട്ടികളും ഗവൺമെൻറ് സ്കൂളുകളിലും IS പോലെയുള്ള സ്ഥാപനങ്ങളിൽ നേരെ 2ാം ക്ലാസ്സിലേക്ക് അഡ്മിഷൻ അവർ കൊടുത്തത്. കാരണം അവർ ടെസ്റ്റ് നടത്തിയപ്പോൾ ഒന്നാം ക്ലാസ്സിൽ കിട്ടേണ്ടതെല്ലാം കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് കുട്ടികളെ 2ാം ക്ലാസ്സിലേക്ക് പ്രവേശനം നൽകി. വളരെയേറെ മനോഹരമായ രൂപത്തിലാണ് നമ്മുടെ സംവിധാനമുള്ളത്. ഹെവൻസിൻ്റെ സംവിധാനം കേരളത്തിൽ 100ഓളം സ്ഥാപനങ്ങൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും അതുപോലെ ഗൾഫ് മേഖലയിലുമൊക്കെ വളരെ മനോഹരമായി അതിന് കേന്ദ്രീകൃതമായ ഒരു സംവിധാനമുണ്ട്. ആ സംവിധാനത്തിൻ്റെ ആ റൂട്ടിൽ വളരെ മനോഹരമായി വ്യവസ്ഥാപിതമായി 3 വയസ്സും 6 വയസ്സിനും ഇടയിലുള്ള കുട്ടികളെ എങ്ങനെ മനോഹരമായ രക്ഷിതാക്കൾക്ക് ആനന്ദം നൽകുന്ന, കൺകുളിർമ നൽകുന്ന സന്താനമായി വളർത്തിയെടുക്കുവാൻ 3 വർഷത്തെ പഠനത്തിലൂടെ മികവുറ്റ ഒരു കുട്ടിയാക്കി വളർത്തിയെടുക്കുവാനുള്ള സംവിധാനത്തോടു കൂടിയാണ് ഈ ഹെവൻസിൻ്റെ എല്ലാ കാര്യങ്ങളും രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വർദ്ധിതമായ തോതിൽ രക്ഷിതാക്കൾ ഈ സംവിധാനത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. അവർ ഈ സംവിധാനത്തിൽ കുട്ടികളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. വളരെ സന്തോഷമുണ്ട്. നമ്മുടെ ഈ രക്ഷിതാക്കളുടെ ഈ മനോഭാവം കുട്ടികൾ ഖുർആനിൻ്റെ മാധുര്യം നുകർന്നുകൊണ്ട് ഖുർആനിൻ്റെ തണലിൽ വളർന്നു വരുന്ന മനോഹരമായ ഈ സംവിധാനത്തെ നിങ്ങൾ സ്വീകരിക്കുന്നു എന്നതിൽ വളരെ സന്തോഷമുണ്ട്. സർവാധിനാഥനായ അല്ലാഹു ഒരു രീതിയിൽ ഈ പൊന്നാനിയിൽ ഇനിയും വളരെ നല്ല ഒരു വലിയ മഹത്തായ ഒരു സ്ഥാപനമായി വളരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹലോ, എത്ര നാളൊക്കെ കാണുന്നത്? സന്തോഷം, കണ്ടത് നന്നായി. ഞാൻ ദുബായിലേക്ക് പോവാണ്. പക്ഷേ ടിക്കറ്റ് ഫെയർ എല്ലാം ഭയങ്കര കൂടുതലാണ്. അതിനെന്താ ടോപ് 10 ട്രാവലിന്റെ പൊന്നാനിയിൽ ഒന്ന് വിളിച്ചാൽ മതി. നിങ്ങളുടെ യാത്രകൾക്ക് വിശ്വസനീയമായ കൂട്ടായ്മയായി ടോപ് 10 ട്രാവൽ ആൻഡ് ടൂർസ് പൊന്നാനി. ഓൺലൈൻ നിരക്കുകളേക്കാൾ കുറവിൽ സ്വാഗതം. ടോപ് 10 ട്രാവൽ ആൻഡ് ടൂർസ് തൃക്കാവ് പൊന്നാനിയിൽ നിങ്ങളുടെ വിശ്വസ്തമായ യാത്രാ കൂട്ടുകാരൻ. കുട്ടികളെ നമ്മൾ ഹെവൻസ് പ്രീ സ്കൂളിൽ പറഞ്ഞയക്കുന്നത് കുട്ടികൾ ഖുർആൻ പഠിക്കുക എന്നുള്ള ഒരു കൗതുകത്തിന് മാത്രമല്ല. കൗതുകം തീർച്ചയായും അതിൽ വലിയ ഒരു ഘടകമാണ്. 3-3.5 വയസ്സിൽ കുട്ടികൾ ഖുർആൻ ഓതുന്നത് കണ്ടിരിക്കുക എന്നുള്ളത് തന്നെ സൗന്ദര്യമാർന്ന കാഴ്ചകളിലൊന്നാണ്. അതിനപ്പുറം ആ ഖുർആൻ പഠിപ്പിക്കുന്നത് വഴി നമ്മളുടെ കുട്ടികളുടെ മനസ്സിൽ ഉണ്ടായിത്തീരണമെന്ന് നാം ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഒരുപക്ഷെ ആളുകൾ ചോദിക്കാറുണ്ട്, ഇത്ര ചെറിയ പ്രായത്തിൽ ഖുർആൻ പഠിക്കുന്നത് വഴി എന്താണ് കുട്ടി നേടുക എന്നുള്ളത്. കുട്ടി കുറേ കഴിയുമ്പോൾ അത് മറന്നു പോകില്ലേ എന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായും പ്രസക്തമായ ഒരു ചോദ്യമാണത്. പക്ഷേ കുട്ടി അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ സംസാരം കൃത്യപ്പെടുത്തി തുടങ്ങുന്ന പ്രായത്തിൽ തന്നെ കുട്ടി ഖുർആൻ പഠിച്ച് തുടങ്ങണം എന്നുള്ള ഒരു രക്ഷിതാവിൻ്റെ ആഗ്രഹമെന്ന് പറയുന്നത് വളരെ വലിയ ഒരു പോസിറ്റീവായൊരു കാര്യമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനാൽ കുട്ടികൾ പിന്നീട് ഒരുപക്ഷെ ജീവിതത്തിൻ്റെ ചില ഘട്ടങ്ങളിൽ അത് മറന്നു പോയി കഴിഞ്ഞാലും പിന്നീട് എപ്പോൾ വേണമെങ്കിലും അവർക്ക് ഓർത്തെടുക്കാൻ പാകത്തിന് ഈ ഖുർആൻ്റെ വിത്തുകൾ അവരുടെ മനസ്സിലുണ്ടാവുന്നു എന്നുള്ളതാണ് ഹെവൻസ് പ്രീ സ്കൂൾ സംവിധാനത്തെ ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ കൗൺസിൽ ഇന്ത്യ IECI നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ അതിനെ വേർതിരിച്ച് നിർത്തുന്ന, വ്യതിരിക്തമാക്കുന്ന ഒരു കാര്യം. കണ്ണും മനസ്സും നിറഞ്ഞ ഒരു സന്ദർഭത്തിനാണ് നമ്മൾ ഇവിടെ സാക്ഷ്യം വഹിച്ചത്.
ഖുർആൻ പിടിച്ചുള്ള മക്കളുടെ വരവ് പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടെയാണ് നമ്മൾ ഏറ്റുവാങ്ങിയത്. വളരെ മനോഹരമാണ് ആ കാഴ്ച. നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് പോലെ റബ്ബന ഹബ്ലനാ മിൻ അസ്വാജിനാ വദുരിയാത്തിനാ ഖുർറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. കൺകുളിർമയുള്ള ഇണകളെ, സന്താനങ്ങളെ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഒരു ചിത്രം നമ്മുടെ മുന്നിൽ കൺകുളിർമയോടുകൂടി നമ്മുടെ മക്കൾ വന്നു നിന്നു. വളരെ ചുരുങ്ങിയ സമയമാണ്, എന്നാലും 1-2 വാക്കുകൾ ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. നമ്മളെല്ലാവരും ഒരു വേള നമ്മുടെ മനസ്സിലൊന്ന് ചോദിച്ചു നോക്കുക. നമുക്ക് മക്കളുണ്ടായപ്പോൾ നമ്മുടെയൊക്കെ നീയത്ത് എന്തായിരുന്നു? നമ്മളെ മനസ്സിലൊരു നീയത്തുണ്ടാവില്ല, എല്ലാ കാര്യത്തിനും നീയത്തുണ്ടാവും. അങ്ങനെ നമ്മുടെ മനസ്സിൽ എന്താണ് നീയത്ത്? എനിക്ക് കുഞ്ഞുങ്ങളുണ്ട്, എനിക്കൊരു കുട്ടിയുണ്ട്, 2 കുട്ടിയുണ്ട്, 3-4 മക്കളുണ്ട്. എനിക്ക് മക്കളെ തന്ന അള്ളാഹുവിനോടുള്ള എൻ്റെ സമീപനം എന്താണ്? എനിക്ക് തന്ന മക്കളെ സംബന്ധിച്ചുള്ള എൻ്റെ മനസ്സിലെ നിയ്യത്ത് എന്താണ്? അവരെ എന്താക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്? അവരെന്തായി തീരണം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്? ഈ ഒരു ചോദ്യം ഒരു മാതാവും പിതാവും അവനവൻ്റെ നെഞ്ചത്ത് കൈവച്ച് ആത്മാർത്ഥമായി ഒന്ന് ചോദിച്ചു നോക്കുക. അതിൻ്റെ ഉത്തരം എന്താണ് വരുന്നത് എന്ന് നമ്മളൊന്ന് നമ്മുടെ മനസ്സിനോട് തന്നെ ചോദിക്കാം. റബ്ബ് സുബ്ഹാനഹു വ തആല മക്കളെ തന്നത് എന്തിനാണ് എന്നത് നമ്മൾ തിരിച്ചറിയണം. അവരെ നല്ല അടിമകളാക്കി, അള്ളാഹുവിൻ്റെ മുത്തഖികളായ അടിമകളാക്കി അവരെ വളർത്തി വലുതാക്കി കൊണ്ടുവന്ന് നാളെ അള്ളാഹുവിൻ്റെ മഹ്ശറയിൽ അവർ നിൽക്കുമ്പോൾ അവർ നല്ല വിശ്വാസിയായി, നല്ല മുഅ്മിനായി, സ്വർഗാവകാശിയായി അവരവിടെ എത്തിച്ചേരണം. അങ്ങനെ ഒരു കുടുംബഘടനയിലൂടെ അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ എത്തിച്ചേരുക, ഇതാണോ നമ്മുടെ നിയ്യത്ത് എന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് ചോദിച്ചു നോക്കുക. സൂറത്തു റഅദിൽ വളരെ മനോഹരമായി അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വജന്നാത്തു അദൻ എന്ന് പറഞ്ഞാൽ അറിയാലേ നമുക്ക് സ്വർഗം. യദ്ഖുലൂനഹ, ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നു. ആരാ പ്രവേശിക്കുക? വമൻ സ്വലഹ മിൻ ആബാഇഹിം വ അസ്വാജിഹിം വ ദുരിയാത്തിഹിം, സ്വാലിഹായ മാതാപിതാക്കൾ, സ്വാലിഹായ ഇണകൾ, സ്വാലിഹായ സന്താനങ്ങൾ. അപ്പോൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ച ഏക നിബന്ധന പ്രവേശിക്കുന്നവരൊക്കെയും സ്വാലിഹായിരിക്കണം എന്നതാണ്. മാതാപിതാക്കൾ സ്വാലിഹായിരിക്കണം, ഭാര്യ ഭർത്താക്കന്മാർ സ്വാലിഹുകളായിരിക്കണം, അവരുടെ സന്താനങ്ങളും സ്വാലിഹായിരിക്കണം. അങ്ങനെ അവർ പ്രവേശിക്കുകയാണ്. വൽ മലായികത്തു യദ്ഖുലൂന അലൈഹിം, നമ്മളെ വീട്ടിലേക്ക് ഒരാളെ ക്ഷണിച്ചാൽ അവർ വരുമ്പോൾ നമ്മളങ്ങോട്ട് അവിടെ പോയി ഇങ്ങോട്ട് സ്വീകരിക്കില്ലേ, അവരിങ്ങോട്ട് വരും. എന്നാലും നമ്മുടെ ഒരു സന്തോഷം, നമ്മുടെ സ്വീകരണത്തിന് നമ്മൾ ക്ഷണിച്ചതിന് അവർ ഉത്തരം നൽകിയതിൻ്റെ സന്തോഷമാണ്. അള്ളാഹു നമുക്ക് വരദാനമായി നമുക്ക് വാഗ്ദാനം ചെയ്ത സ്വർഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ സ്വീകരിക്കാനായി മലക്കുകൾ വരികയാണ്. അങ്ങനെ അവരും നമ്മളോടൊപ്പം പ്രവേശിക്കുന്നു. അവർ വെറുതെ പ്രവേശിക്കല്ല. സലാമുൻ അലൈക്കും ബിമാ സ്വബർത്തും, നിങ്ങൾ ക്ഷമിച്ചത് കാരണത്താൽ. ഒരു കുടുംബത്തെ സ്വാലിഹായി വളർത്തുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ചും നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ പലതരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കെ, കുഞ്ഞു മക്കളൊക്കെ ഇപ്പോൾ ഓരോ മാഫിയകളുടെ നോട്ടപ്പുള്ളികളായിരിക്കെ അവരെ നമ്മളിങ്ങനെ അണച്ച് ചേർത്ത് പിടിച്ച് വളർത്തിക്കൊണ്ടുവരാൻ കുറച്ച് പ്രയാസമുണ്ട്. അങ്ങനെ നമ്മൾ സഹിച്ചും ക്ഷമിച്ചും പൊറത്തു കൊടുത്തും പലതും മറവിക്ക് വിട്ടുകൊടുത്തും ഒക്കെ നമ്മൾ വളർത്തി നിങ്ങൾ ഒരുപാട് പ്രയാസപ്പെട്ടില്ലേ? സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് സമാധാനം. എന്നിട്ട് അവസാന ആയത്ത് അവസാനിപ്പിക്കുന്നത് വളരെ മനോഹരമാണ്. ഫനിഅമഉഖ്ബദ്ദാർ, എത്ര നല്ല, എത്ര അനുഗ്രഹീതമായൊരു ഭവനത്തിലാണ് എത്തിപ്പെടുന്നത്. ആ യാത്രയുടെ തുടർച്ചയിലാണ് നമ്മളുള്ളത്. നമ്മൾ സ്വാലിഹാവുക, നമ്മുടെ മക്കളെ സ്വാലിഹുകളാക്കുക എന്ന നമ്മൾ മരണം വരെയും തുടരേണ്ട ഒരു നിരന്തരമായ
യാത്രയിലാണുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും ആ നിയ്യത്തിനെ എൻ്റെ മക്കൾ ആരാവണം എന്താവണം എന്ന നിയ്യത്ത് ഇടയ്ക്കിടയ്ക്ക് പുതുക്കി അതിനെക്കുറിച്ച് പുനരവലോകനം ചെയ്ത് മാതാവും പിതാവും മക്കളെ സംബന്ധിച്ച് വീടകങ്ങളിൽ ചർച്ചകൾ ചെയ്ത് നമ്മുടെ മക്കളുടെ ജീവിതവും അവരുടെ പ്രവർത്തനങ്ങളെയും വിശകലനം ചെയ്ത് ഒത്തൊരുമയോടുകൂടി പോകുന്ന ഒരു നല്ല ഗൃഹാന്തരീക്ഷം, ഇസ്ലാമികമായ ഒരു ചുറ്റുപാട് നമ്മുടെ വീടകങ്ങളിൽ ഉണ്ടാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അവസാനമായി ഒരു കാര്യം മാത്രം പറയാണ്. ഒരു മഹാപണ്ഡിതനോട് ചോദിച്ചത്ര താങ്കൾ എങ്ങനെയാണ് ഇങ്ങനെ പണ്ഡിതനായത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞ 2 വർത്തമാനങ്ങളുണ്ട്. അതിൽ ഒന്ന്, ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ എൻ്റെ ഉമ്മ പറയും, മോനെ നീ ഉറങ്ങിക്കോ, പ്രാർത്ഥനയോടുകൂടി നിൻ്റെ അരികിൽ ഞാനുണ്ട്. അതാണ് നമ്മൾ മാതാപിതാക്കൾ എപ്പോഴും നമ്മുടെ മക്കളെ കാണുമ്പോൾ ഒരു പ്രാർത്ഥന നമ്മുടെ ഉള്ളിൽ നിന്ന് വരണം. ആ പ്രാർത്ഥന ഇഹത്തിലും പരത്തിലും അവർക്ക് വിജയമുള്ളതായിരിക്കണം. രണ്ടാമത്തത് പറഞ്ഞത്, ഞാൻ എന്തെങ്കിലും കുരുത്തക്കേട് കളിക്കുമ്പോൾ, കുട്ടികളാവുമ്പോൾ അങ്ങനെ ഉണ്ടാവുമല്ലോ, ചിലപ്പോൾ കള്ളത്തരങ്ങൾ കാണിക്കുമ്പോൾ എൻ്റെ മാതാവ് പറയും, മോനെ ആദ്യം നീ അള്ളാഹുവിനോട് പശ്ചാത്തപിക്ക്, നിൻ്റെ തെറ്റുകുറ്റങ്ങൾ പുറത്തു തരാൻ പ്രാർത്ഥനാ നിർഭരമായി ഞാനുമുണ്ട്. കുട്ടികളുടെ തെറ്റുകളെ ന്യായീകരിക്കാനോ അല്ലെങ്കിൽ അതിനെ മറ്റുള്ളവരുടെ മുന്നിൽ മൂടി വെക്കാനോ അല്ല, തെറ്റാണെന്ന് മനസ്സിലാക്കിയാൽ തൗബ ചെയ്യാനുള്ളൊരു മനസ്സ് കുട്ടിക്ക് നൽകി. ഇത് രണ്ടും എൻ്റെ ഉമ്മ എനിക്ക് പ്രാക്ടീസ് ചെയ്ത് തന്നതാണ് ഞാനൊരു മഹാപണ്ഡിതൻ്റെ പദവിയിലെത്താൻ കാരണം. നമ്മൾ ചരിത്രം പഠിക്കുക, വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കുക. നമ്മുടെ കുട്ടികളുടെ മനസ്സിൽ ഇപ്പോൾ വിത്തിട്ടിട്ടുള്ള വിശുദ്ധ ഖുർആൻ അവരുടെ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും പടർന്ന് പന്തലിച്ച് അവർക്ക് നല്ല ജീവിതം നയിക്കാൻ അത് പ്രയോജനപ്രദമാകട്ടെ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എന്നെ ക്ഷണിച്ച ഇതിൻ്റെ സംഘാടകർക്ക് എല്ലാ വിധത്തിലുള്ള സന്തോഷങ്ങളും അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ 9 വർഷമായി ഈ സ്ഥാപനം ഒരുപാട് സഹനശക്തിയോടുകൂടിയാണ് പ്രിയപ്പെട്ട സുഹൃത്ത് ഫാറൂഖിൻ്റെ നേതൃത്വത്തിൽ ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ തുടക്കകാലത്ത് അദ്ദേഹം പറഞ്ഞു 15 കുട്ടികളുമായാണ് ഇത് തുടങ്ങിയത് എന്ന്. ഇപ്പോൾ 100ഓളം കുട്ടികളുമായി ഇത് 10ാം വാർഷികത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ പൊന്നാനിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു സ്ഥാപനം വളരെ അനിവാര്യമാണ് എന്നുള്ളതിന് കാര്യത്തിന് ഒരു തർക്കവുമില്ല. അതോടൊപ്പം തന്നെ ഖുർആൻ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും അള്ളാഹുവിൻ്റെ സ്വർഗത്തിനും ഭൂമികളിൽ സമാധാനത്തിനും ഗുണകരമാണ് എന്ന് പഠിച്ചത് കൊണ്ട് തന്നെയാണ് അദ്രീമാൻ ഫാറൂഖിയെ പോലുള്ള ഖുർആൻ പണ്ഡിതൻ ഈ മേഖലയിൽ ഇറങ്ങിയിട്ടുള്ളത്. അദ്ദേഹത്തിനും ഇതിന് മുന്നിൽ നടക്കുന്ന എല്ലാവർക്കും എല്ലാവിധ അഭിവാദ്യങ്ങളും പടച്ചവൻ്റെ സഹായം ലഭ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഇവിടെ നമുക്ക് വേണ്ടി ആശംസ അർപ്പിച്ചതും പരിപാടി ഇനോഗ്രേഷൻ ചെയ്യാനും ഒരുപാട് ഗസ്റ്റുകൾ ഇവിടെ എത്തി. അതുപോലെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഒരുപാട് പേരൻസ്, ഗ്രാൻഡ് പാരൻസ്, അവരുടെ ഫാമിലിയിലുള്ളവർ ഒരുപാട് ആളുകൾ ഇന്നിവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഒരുപാട് പേര് എത്താനും ഉണ്ട്. വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള ജിഗാർഡ് അക്വ സൊല്യൂഷൻ ആധുനിക സൗകര്യത്തോടെയുള്ള സർവീസ് സെന്റർ. എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ, സോളാർ എനർജി സിസ്റ്റം, കറന്റ് ഉപയോഗം 60% കുറയ്ക്കുന്ന BLDC ഇലക്ട്രിക് ഉപകരണങ്ങൾ, CCTV ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാർഡിൽ ലഭ്യമാണ്. നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്തത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു. അലങ്കാന സമീപം, CV റോഡ്, പൊന്നാനി.